മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതിയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് മുനമ്പം നിവാസികൾ. പാർലമെന്റിന്റെ ഈ സമ്മേളനത്തിൽ തന്നെ നിയമ ഭേദഗതി പാസാക്കുമെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാക്കും മുനമ്പം ഭൂസംരക്ഷണ സമിതിക്ക് ഊർജം നൽകുന്നതാണ്. വഖഫ് ഭൂമി പ്രശ്നത്തിൽ നിരാഹാര സമരം തുടരുന്ന മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ വി മുരളീധരൻ ഭൂസംരക്ഷണ സമിതിയുടെ സമരപ്പന്തലിലെത്തിയത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി ബിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ പാസാക്കുമെന്ന് അമിത്ഷാ ഉറപ്പ് നൽകിയതായി വി മുരളീധരൻ സമരക്കാരെ അറിയിച്ചു. ഇത് പാസ്സാകുന്നതോടെ മുനമ്പത്ത് സമരം അവസാനിപ്പിക്കാൻ ആകും. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് വിഷയം നീട്ടിക്കൊണ്ടുപോകാനാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു പ്രശ്നത്തെ മാറ്റിവെക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുക. അദ്ദേഹത്തെ കമ്മീഷനായിട്ട് നിയമിക്കുന്ന 9ാമത്തെ കമ്മീഷനാണെന്നാണ് ഇന്നാരോ എന്നോട് പറഞ്ഞത്. ഈ സർക്കാരിന്റെ കാലത്ത് 7ഓ 8ഓ കമ്മീഷനുകൾ ഇതുപോലെ അദ്ദേഹത്തിനെ തന്നെ വെച്ചിട്ട് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ 8 കമ്മീഷനുകളിൽ എന്തെങ്കിലും തീരുമാനമായോ? ഒരു തീരുമാനമായിട്ടില്ല. അപ്പൊ ഈ 9ാമത്തെ കമ്മീഷന്റെ ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമോ? ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജി പറഞ്ഞിട്ടുള്ളത് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഈ നിയമ ഭേദഗതി പാസാക്കുമെന്നുള്ളതാണ്. അതേസമയം മുനമ്പം പഞ്ചായത്ത് വിടുമ്പോൾ മറവി ബാധിക്കുന്ന UDF LDF MPമാർ പാർലമെന്റിൽ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇപ്പോൾ പാർലമെന്റിന്റെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് നിയമസഭയുടെ പ്രമേയം പാസാക്കുക എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു. ഈ പ്രദേശത്തെ മുനമ്പത്തെ ജനങ്ങളുടെ ആ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ്. കേരളത്തിലെ MPമാർ അവരെ ഒരു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണോ എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. പാർലമെന്റിൽ അടുത്ത ദിവസം എത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെ ഏറെ പ്രതീക്ഷയോടെയാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി നോക്കിക്കാണുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.